സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനു വേണ്ടി ഒരു കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഒരു സവാള, കുറച്ച് ചെറിയുള്ളി, പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് ഒരു ചുവപ്പ് കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയും വാലും മാറ്റിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. തലയും വാലും മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3-4 തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവാളയും ചെറിയുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി സവോളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇപ്പം നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കപ്പേൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.